കുട്ടി അടുത്തുള്ള കടയിൽ നിന്നും ഈ ചൂയിങ്ങം വാങ്ങി വായിലിട്ടിരുന്നു. എന്തോ അസ്വസ്ഥത തോന്നിയ കുട്ടി വളരെ വേഗം തന്നെ സൈക്കിളും എടുത്തുകൊണ്ട് ഈ യുവാക്കളുടെ അടുത്തേക്ക് എത്തുന്നു. യുവാക്കളുടെ അടുത്തെത്തി ഈ കാര്യം പറയുന്നു. അപ്പോൾ തന്നെ കുട്ടി വളരെ ക്ഷീണിതയായി ശ്വാസം കിട്ടാതാവാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി എന്നാണ് ഇസ്മയിൽ പറഞ്ഞത്. ഇങ്ങനെ എന്തോ തൊണ്ടക്കെന്തോ ആയിട്ടുണ്ട്. അപ്പൊ അന്ന് നോക്കുമ്പോ കുട്ടിയുടെ കണ്ണിൽ ഇങ്ങനെ മേലോട്ടായിരുന്നു, ശ്വാസം കിട്ടാണ്ടിരിക്കും നിൽക്കുന്നു. നമസ്കാരം. ചൂയിങ്ങം തൊണ്ടയിൽ കുടുങ്ങിയ 8 വയസ്സുകാരിയുടെ ജീവൻ രക്ഷിച്ച് നാട്ടിൽ താരങ്ങളായിരിക്കുകയാണ് 3 യുവാക്കൾ. കണ്ണൂർ പഴയങ്ങാടി പള്ളിക്കര സ്വദേശികളായിട്ടുള്ള ഇസ്മയിൽ, നിയാസ്, ജാഫർ എന്നവരാണ് 8 വയസ്സുകാരിയുടെ ജീവൻ രക്ഷിച്ചത്. പള്ളിക്കര സ്വദേശിയായിട്ടുള്ള ഷൗക്കത്തിന്റെയും ഫരീദയുടെയും 8 വയസ്സുള്ള മകൾ ഫാത്തിമയുടെ ജീവനാണ് ഈ യുവാക്കൾ രക്ഷിച്ചത്. ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ്. പള്ളിക്കര സുബുൽ ഇസ്ലാം മദ്രസയുടെ മുന്നിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ യുവാക്കൾ എല്ലാവരും കൂടി അവിടെ വഴിയരികിൽ, റോഡരികിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു. ഈ സമയമാണ് ഫാത്തിമ അവളുടെ തൊട്ടടുത്ത് സൈക്കിളിൽ വന്ന് നിൽക്കുന്നത്. കുട്ടി അടുത്തുള്ള കടയിൽ നിന്നും ഈ ചൂയിങ്ങം വാങ്ങി വായിലിട്ടിരുന്നു. എന്തോ അസ്വസ്ഥത തോന്നിയ കുട്ടി വളരെ വേഗം തന്നെ സൈക്കിളും എടുത്തുകൊണ്ട് ഈ യുവാക്കളുടെ അടുത്തേക്ക് എത്തുന്നു. യുവാക്കളുടെ അടുത്തെത്തി ഈ കാര്യം പറയുന്നു. അപ്പോൾ തന്നെ കുട്ടി വളരെ ക്ഷീണിതയായി ശ്വാസം കിട്ടാതാവാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി എന്നാണ് ഇസ്മയിൽ പറഞ്ഞത്. ഉടൻ തന്നെ ഇസ്മയിൽ ഈ കുട്ടിയെ കൈകളിലെടുത്തു, കുട്ടിയുടെ അടിവയറ്റിൽ അമർത്തി പിടിച്ചു, പുറത്ത് തട്ടുകയും ചെയ്തു. അങ്ങനെ പതുക്കെ വായിൽ നിന്നും 2 ചൂയിങ്ങമാണ് പുറത്തേക്ക് വന്നത്. ഇതോടുകൂടിയിട്ടാണ് കുട്ടിയുടെ ശ്വാസം നേരെ വീണത്. എന്താണെന്ന് സംഭവിച്ചതെന്ന് ഇസ്മയിൽ പറയുന്നത് കൂടി നമുക്കൊന്ന് കേൾക്കാം. നമ്മളവിടെ ഇങ്ങനെ കൂടി നിൽക്കുമായിരുന്നു. അപ്പോ കടയിൽ നിന്ന് ആ കുട്ടി ഒരു ബബിൾഗോ എന്താ മുട്ടായിട്ട് തിന്നിട്ട് ഇങ്ങനെ സൈക്കിളിൽ ഇങ്ങനെ വീട്ടിലേക്ക് പോകേണ്ട ഇതിലുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് എന്തോ തൊണ്ടക്ക് കുടുങ്ങിയെന്നും പറഞ്ഞിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളടുത്ത് പോയിട്ട് ഇങ്ങനെ ചൊട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ എന്തോ തൊണ്ടക്കെന്തോ ആയിട്ടുണ്ട്. അപ്പൊ അന്ന് നോക്കുമ്പോ കുട്ടിയുടെ കണ്ണിൽ ഇങ്ങനെ മേലോട്ടായിരുന്നു, ശ്വാസം കിട്ടാണ്ടിരിക്കും നിൽക്കുന്നു. അപ്പൊ ഞാൻ പിന്നെ പെട്ടെന്ന് എടുത്തിട്ട് ആ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് വയറിന് ഇങ്ങനെ കമിത്തിയിട്ട് ഇങ്ങനെ അമർത്തിയാലോ 2-3 പ്രാവശ്യം അമർത്തിന്. ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 2-3 പ്രാവശ്യം ചെയ്താലോ 2 ബബിളുകൾ ഉണ്ടായിരുന്നു. 2ഉം പുറത്തേക്ക് അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പൊ നമ്മളവിടെ ഉണ്ടായത് കൊണ്ട് ഭാഗ്യം. ഇസ്മായിൽ, ഇത് എങ്ങനെ അറിയാമായിരുന്നു ഇത് ഇങ്ങനെ ചെയ്താല് ഇവൾക്ക് പുറത്തേക്ക് വരും? ഇല്ല, അങ്ങനെയല്ല. ഇത് നമ്മൾ കുറെ ഫേസ്ബുക്കിൽ അവിടെയുള്ള കുറെ വീഡിയോ കാണണ്ടായതല്ല. അപ്പൊ പിന്നെ ആ ഒരു എക്സ്പീരിയൻസിൽ അങ്ങനെ ചെയ്തതാണ്. ഇപ്പൊ ഭാഗ്യത്തിന് ചിലപ്പോ അത് പ്രോപ്പർ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മളെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്തത്. പിന്നെ വയറിന്റെ പൊക്കിളിന്റെ താഴെയായിട്ട് കുറച്ച് ശക്തിയായിട്ട് അമർത്തിയാല് ഇങ്ങനെ വരുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, ഒരു ഐഡിയ ഉണ്ടായിരുന്നു എനിക്ക്. ഇസ്മയിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് കുവൈറ്റിൽ നിന്നും ലീവിന് നാട്ടിലെത്തിയത്. അങ്ങനെ സുഹൃത്തുക്കളുമായിട്ട് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കുട്ടി പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് വന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ അപകടമൊന്നും ഉണ്ടാകാതെ കുട്ടി രക്ഷപ്പെട്ടത് എന്നാണ് ഇസ്മയിൽ പറയുന്നത്. എന്തായാലും നാടൊട്ടുക്ക് നിന്നും ഇപ്പോൾ വലിയ അഭിനന്ദനമാണ് നേരിടുന്നത്. ഇവർ അടുത്തു നിന്നിരുന്ന സുബുൽ ഇസ്ലാം മദ്രസയുടെ CCTVയിൽ നിന്നും റിയാസ് എന്ന സുഹൃത്താണ് ഈ ദൃശ്യങ്ങൾ എടുത്തത്. അതിനുശേഷം അഫ്സൽ എന്ന സുഹൃത്തിന് നൽകി. അഫ്സലാണ് പിന്നീട് ഇത് സോഷ്യൽ മീഡിയയിലേക്ക് പ്രചരിപ്പിച്ചതും. അങ്ങനെ നാട്ടിലെല്ലായിടത്തും ഇപ്പോൾ ഇവർക്ക് വലിയ അഭിനന്ദന പ്രവാഹമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ നല്ല കാര്യമാണ് ഇവർ ചെയ്തത്. സമയോചിതമായി തന്നെ ഇസ്മയിൽ കുട്ടിയുടെ അടിവയറ്റിൽ അമർത്തുകയും പുറത്ത് തട്ടുകയും ചെയ്തു. അങ്ങനെയാണ് ഈ തൊണ്ടയിൽ കുടുങ്ങിയ ചൂയിങ്ങം പുറത്തേക്ക് വന്നതും കുട്ടി രക്ഷപ്പെട്ടതും. ഇത്തരത്തിലുള്ള ജീവൻ രക്ഷാ മാർഗങ്ങളൊക്കെ പല ആളുകളും പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. പല അവസരങ്ങളിലും നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും. CPR അടക്കമുള്ള ഇത്തരത്തിൽ അടിയന്തര ആവശ്യങ്ങൾ വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ആർ പിയൂഷ്, മറുനാടൻ TV.